ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ ആനിവേഴ്സറി അല്ലെങ്കിൽ നമ്മളെ വിശിഷ്ട ദിവസങ്ങളിൽ നമ്മൾ പ്രാങ്കായിട്ട് നമ്മളെ അടുത്ത ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. അത് ചിലയിലൊക്കെ നമുക്ക് കോമഡി ആയിട്ട് തോന്നാറുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു കോമഡി അല്ലെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോയിലൊക്കെ. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടിട്ടോ. പക്ഷെ അത് തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന രീതി. സംഭവം ഗിഫ്റ്റ് കൊടുക്കണതാണ്, സർപ്രൈസായി കൊടുക്കണതാണ്. പക്ഷേ ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പോയ ആളുടെ മാനസികാവസ്ഥയും അയാളുടെ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത് വാങ്ങാൻ വന്ന ആളുടെ മാനസികാവസ്ഥ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ കണ്ടാലേ എനിക്ക് അറിയുള്ളൂ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. അവിടുന്ന് ഓടി വരികയാണ്. എന്താണ് മാമാനിക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. മാമന്റെ അടിയിൽ പനിയിലാണ്. അതെ, സ്പെഷ്യൽ ഡേ ആണോ? സ്പെഷ്യൽ ഡേ ആണോ? എനിക്കറിയില്ല, ഞാനിതിനെ പറ്റി എന്താണ് സംഭവം. കമ്പനി പൈസ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഉറപ്പാ? പക്ഷെ പല പേരിലോ വന്നിട്ടില്ല. ഇപ്പഴാണ് ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന്. ഞാനെങ്ങനെ ഓർഡർ ചെയ്യാ? ഒരു സാധനം ഇന്നേ വരെ ഓർഡർ ചെയ്യാത്ത ആളാണ്. മലേഷ്യയിലുണ്ട്. കൊടുത്തയച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ രണ്ടാമത്തെ മോനായിരിക്കും. ഓവയിടക്ക് ഇങ്ങനത്തെ ഒരു പണിയുണ്ട്. അവന്റെ പേരെന്താ? ആശുമെന്ന്. രണ്ടുമല്ലേ ഞാൻ പറഞ്ഞു വെച്ചിട്ട്. ഓന് എന്തായിട്ടുണ്ട്, ഹാപ്പിയാണ്. ഒന്ന് തുറന്നു നോക്കിപ്പാ, നിങ്ങക്ക് ഇഷ്ടായാന്ന്? ഒന്നും മറന്നിട്ടില്ല. ഇഷ്ടായപ്പാക്ക്? എന്താ പറയാനുള്ള മോന്റെ അടുത്ത്? ഒന്നും പറയല്ല, എല്ലാം പഠിക്കാൻ പറയും. ഞാൻ 10-16 കൊല്ലായി വന്നിട്ട്. ഓല നന്നായിട്ടല്ലേ എനിക്ക് നാട്ടിൽ പോയിക്കാൻ പറ്റും. അതെ, ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. ശരിപ്പാ, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കണ്ണും മനസ്സും ഒന്ന് ഇളകിയിട്ടില്ലെങ്കിൽ അല്ലെ, ഇളകിയിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ആളുകളുണ്ടാവും. അതുപോലെ തന്നെ നമുക്കും അപ്പോൾ ഓർമ്മ വരും നമ്മളെ പിതാക്കന്മാർ അല്ലെ, പ്രവാസ ജീവിതത്തിൽ ഉണ്ടാവും നമ്മളെ പിതാക്കന്മാർ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസത്തിലാണെങ്കിൽ അല്ലെങ്കിലൊക്കെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പിതാവിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കുടുംബം എന്ന ജീവിതത്തിൽ, കുടുംബം എന്ന വാഹനത്തിൻ്റെ ഇന്ധനമാണ് നമ്മളെ പിതാക്കന്മാരെന്ന് പറയുന്നത് അല്ലേ. ആ വാഹനത്തിൻ്റെ ഇന്ധനം എപ്പോഴാണോ തീരുന്നത് അപ്പോഴും നമുക്ക് ആ വാഹനം നിൽക്കുമ്പോഴുള്ള എന്താ പറയുക, ആ ഇന്ധനം എത്രത്തോളം നമുക്ക് മൂല്യം ഉണ്ടതിന്, എത്രത്തോളം പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായതിനും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ ഇന്ധനം തീരണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ട്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വപ്നം കാണുന്ന 30, 35, 40 ഇതേപോലെ 50, 60 ഒക്കെ അല്ലെങ്കിൽ 40, 45 വർഷങ്ങളൊക്കെ ആയിട്ട് പല 10-20 വർഷങ്ങളോളം ഇവിടെ പ്രവാസ ജീവിതത്തിൽ വെയിലും കൊണ്ട് ചൂടും കൊണ്ട് മക്കളെ പ്രതീക്ഷിച്ച്, മക്കളെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് മക്കൾ നന്നാവും ഗതിയിൽ, മക്കൾ നന്നായിട്ട് വേണതുപോലെ നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ടാവും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഞ്ചാവായിട്ടും MDM ആയിട്ടും മറ്റു ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്തിട്ട് നമ്മളെ ജീവിതം ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന നമ്മളെ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും നമ്മളെ സമൂഹത്തിൽ തന്നെ നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്രയോ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ അങ്ങനത്തെ പരിപാടി നിന്ന് ഒഴിവാകാം. നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ 30, 40, 50 കൊല്ലമൊക്കെ ജീവിച്ച, അല്ലെങ്കിൽ 30, 50, 60 കൊല്ലമൊക്കെ പ്രവാസ ജീവിതം ജീവിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് വേണം നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ കഞ്ചാവും MDM ഒക്കെ യൂസ് ചെയ്ത് ഇല്ലാതാവുമ്പോൾ നമ്മൾ മാത്രമല്ല ഇല്ലാതാവുന്നത്, നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ മാത്രം സ്വപ്നം കണ്ടിങ്ങനെ പിതാക്കന്മാർ കൂടെയാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ താങ്ക് യു.